Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2. ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തെങ്കിലും നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-നെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2023 പേപ്പറാണ്. 4 സെമസ്റ്റർ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 2 മാക്സിമം വെയിറ്റേജ് 30 3 അവേഴ്സിൻ്റെ പേപ്പർ. പാർട്ട് എയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നോക്കിയേ, 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. 7 നിന്ന് നമ്പർ 1, എക്സ്പ്ലെയിൻ ദി ടാക്സ് ഇൻസിഡൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഈസി അല്ലേ, ബേസിക് ചോദ്യങ്ങളാണ്. ദെൻ അമാൽഗമേഷൻ ആൻഡ് ഡിമർജർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നോക്കണം എന്നുള്ളത്. പോയിന്റ് ഔട്ട് ദി എലമെന്റ്സ് ടു ബി കവേർഡ് ഇൻ ടാക്സ് മാനേജ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ്, പ്രൈവറ്റിനെ പറ്റിയിട്ടും പബ്ലിക്കിനെ പറ്റിയിട്ടും പഠിക്കണം എന്നുള്ളത്. ഡിസ്കസ് ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് പ്ലാനിങ്, ഇതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നേ. ദെൻ ടാക്സ് ഇംപ്ലിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ എപ്പോഴും 7 ക്വസ്റ്റ്യൻസിൽ പാർട്ട് എയിൽ ഒരു പ്രോബ്ലം ബാക്കി തിയറിയാണ് വരാറ്. നിങ്ങൾ തിയറിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യായിരിക്കും നല്ലത്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ബാക്കിയുള്ള ഏരിയാസ് ഉണ്ട്. പാർട്ട് സിയും ബിക്കും ഒക്കെ കൂടുതൽ ടൈം വേണം. സോ അതുകൊണ്ട് തന്നെ പാർട്ട് എയിൽ നിങ്ങൾ തിയറി 2 വെയിറ്റേജിൻ്റെ ഫോക്കസ് ചെയ്ത് ഒരൊറ്റ പ്രോബ്ലമാണ് വരിക. വെറുതെ അതിൻ്റെ പിന്നാലെ പോയി തരങ്ങളാണെന്ന് ഞാൻ പറയില്ല. ഇനി പാർട്ട് ബിയിലോട്ട് വരുന്ന സമയത്ത് 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. നമ്പർ 1, കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് 4 തിയറിയും 3 പ്രോബ്ലം വന്നത്. എല്ലാ പ്രാവശ്യവും 4 പ്രോബ്ലം 3 തിയറിയാണ് വരാറ്. ചാപ്റ്റർ നമ്പർ 6 നിന്ന് എക്സ്പ്ലെയിൻ റിപ്പയർ റീപ്ലേസ്മെന്റ് ആൻഡ് റിനോവേഷൻ ഓഫ് എൻ അസെറ്റ്, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. എക്സ്പ്ലെയിൻ ദി ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ബൈ ആൻ അണ്ടർടേക്കിംഗ് ഓർ എന്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. 80IAB, അപ്പോൾ 10AA-യും അതുപോലെ തന്നെ 80IAB-യും ഇതൊക്കെ ചാപ്റ്റർ നമ്പർ 7-ലുള്ള തിയറിയാണ്, പലപ്പോഴും വരാറുള്ളതാണ്. ദെൻ XYZ LLPs being liquidated, examine the liability of its partners in respect of its tax due. റിപ്പീറ്റ് അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അമാൽഗമേറ്റഡ് കമ്പനീസിൻ്റെ ടാക്സ് ഇൻസെൻറ്റീവ്, അതിനെ പറ്റിയിട്ടൊരു നോട്ട്. ദെൻ നമ്മൾ കൂടുതൽ സാധാരണ 4 പ്രോബ്ലം വരാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് 3 വന്നതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 12, കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ചാരിറ്റബിൾ പർപ്പസിന്, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം. മിക്ക പേപ്പറിലും ഞാൻ പറഞ്ഞു 4 അസസ്മെൻറ്റ് 4% വരാറുണ്ട്. AOP, ഫേം, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ പിന്നത്തെ പ്രോബ്ലം വന്നിട്ടുള്ളത് JJB 150, JJB അല്ല JB. ഇത് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. കഴിഞ്ഞ പേപ്പറിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. കമ്പ്യൂട്ടർ ടാക്സ് ലയബിലിറ്റി നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അഗെയിൻ ഒരു പ്രോബ്ലം കൂടിയും, അത് എന്താണ്, ഈ സെയിം രീതിയിലുള്ളൊരു ചോദ്യം ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഡൊമസ്റ്റിക് കമ്പനി ഹൗസ് ഇക്വിറ്റി ക്യാപിറ്റൽ, ബട്ട് വീണ്ടും അത് വരണമെന്നില്ല. കഴിഞ്ഞ പേപ്പറിൽ പാർട്ട് ബി ഈ ഭാഗം നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആവണമെന്നില്ല ഇപ്രാവശ്യം, ബട്ട് അതിനായിട്ട് മുമ്പത്തെ പേപ്പറൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു. കഴിഞ്ഞ പേപ്പറിൽ പാർട്ട് ബി ഒരു സുഖമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ്. ദെൻ എസ്സേയിലോട്ട് പോകുന്ന സമയത്ത് 4 ചോദ്യത്തിൽ 2 അറ്റൻഡ് ചെയ്താൽ മതി. നമ്പർ 1, ഇവാലുവേറ്റ് ടാക്സ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ, ടാക്സ് പ്ലാനിങ് ഈസ് ഡിസൈറബിൾ ആൻഡ് ടാക്സ് ഇവേഷൻ ഈസ് ഒബ്ജക്ഷനബിൾ. ആക്ച്വലി ഇത് 3rd സെമസ്റ്ററിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അത് തിയറി വന്നിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ പ്രോബ്ലം നമുക്ക് എന്താണ്, ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് പ്രോഫിറ്റിൽ JBയുടെ തന്നിട്ടുണ്ട്. ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ പിന്നെ നമുക്ക് ചാപ്റ്റർ നമ്പർ 7-ലത്തെ ഒരു പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അതിൽ നിന്ന് വരാം, ബട്ട് അതിനേക്കാൾ ബെറ്റർ എന്ന് പറയണത് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും
ബെസ്റ്റ് എന്നുള്ളത്. സോ ഇതാണ് ചാപ്റ്റർ നമ്പർ 7ത്തെ പ്രോബ്ലം. ദെൻ വീണ്ടും കമ്പനിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. അപ്പോൾ ഇതാണ് നമുക്ക് 2023 പേപ്പർ. 2023 പേപ്പർ കുറച്ചൊരു എന്താ പറയുക, പാർട്ട് ബി ആണ് കുട്ടികൾക്ക് കുറച്ചൊരു ടഫാക്കി ഇടേണ്ടതാണ്. ബാക്കിയുള്ളത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ. ഇനി 2022 പേപ്പർ, അത് കുറച്ചും കൂടി ബെറ്റർ പേപ്പർ ആയിരുന്നു. നിങ്ങളുടെ പേപ്പർ നാളെ എന്താവും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 2, അവിടെ 30 വെയിറ്റേജ് 3 hours. നമുക്ക് പാർട്ട് എയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ബുക്ക് പ്രോഫിറ്റ് ഫോർ കമ്പ്യൂട്ടിംഗ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നർ, CC ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ട്രസ്റ്റ് റിപ്പീറ്റ് അല്ലേ, നേരത്തെ പേപ്പറിലുണ്ടായിരുന്നു. ടോണേറ്റ് സിസ്റ്റം, ടാക്സ് സിസ്റ്റം റിപ്പീറ്റ് ആണ്, വീണ്ടും പ്രതീക്ഷിക്കാം. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ബോണസ് ഷെയർ, ATP ഡിഡക്ഷൻ, AMT. കണ്ടോ, 2022 പേപ്പർ സൂപ്പർ പേപ്പർ ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം വന്നത്, പിന്നെ ഒരു പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഞാൻ പറയണു, ഇതിൽ 4 തിയറി കിട്ടാൻ അധികം പാടുണ്ടാവില്ല. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ കണ്ടീഷൻസ് ടു അസസ് എ ഫേം ആസ് പാർട്ട്ണർഷിപ്പ് ഫേം അണ്ടർ സെക്ഷൻ 184, ഫേമിൻ്റെ 184ൻ്റെ കണ്ടീഷൻസ് ഈസിയാണ്. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ഡിവിഡൻഡ് ഇൻകം കുഴപ്പമില്ല. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് അണ്ടർടേക്കിംഗ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ റിപ്പീറ്റ്. അപ്പോൾ 3 തിയറിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നെ പ്രോബ്ലംസ് വരുമ്പോൾ ടാക്സബിൾ ഇൻകം ഓഫ് ഫേം, അതാണ് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈസി പ്രോബ്ലം ആണ് കേട്ടോ. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രോബ്ലം, അതും കംഫർട്ടബിൾ ആയുള്ളൊരു പ്രോബ്ലം ആണ്. ദെൻ അതിനുശേഷം AOPയുടെ റിലേറ്റ് ചെയ്തുള്ള മറ്റൊരു പ്രോബ്ലം. കണ്ടോ, 2020 പേപ്പർ എന്താണ്. പിന്നെ നമുക്ക് കമ്പനിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. ശരി, 2022 പേപ്പർ സൂപ്പർ പേപ്പറായിരുന്നു. ഈസി പ്രോബ്ലംസ് എല്ലാ കാര്യങ്ങളും. ഇതുപോലത്തെ ഒരു പേപ്പർ വന്നാൽ ബാക്കി. ഓക്കെ. 4 പ്രോബ്ലം 3 തിയറി, ഒക്കെ നല്ല ക്വസ്റ്റ്യൻസും നല്ല തിയറി പാർട്ടും. ഇനി പാർട്ട് സിയിലോട്ട് പോണ സമയത്ത് അവിടെയും കുഴപ്പമുണ്ടായിരുന്നില്ല. വാട്ട് ഫാക്ടേഴ്സ് വുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ പ്ലാനിങ് വിത്ത് റിഗാർഡ് ടു ഓൺ ഓർ ലീസ്, ചാപ്റ്റർ നമ്പർ 6ലത്തെ ഒരു തിയറി. ദെൻ പിന്നെ ചാപ്റ്റർ നമ്പർ 7ലത്തെ ഒരു പ്രോബ്ലം, അത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. വെദർ ദേ ഷുഡ് ഫോം എ പാർട്ണർഷിപ്പ് ഫേം ഓർ എ പ്രൈവറ്റ് കമ്പനി. ബട്ട് ഞാൻ പറഞ്ഞു, അതിനേക്കാൾ ബെറ്റർ എന്ന് പറയണത് നമുക്ക് മറ്റ് ടോപ്പിക്കുകൾ SAക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്പർ 17, അതും ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ആണ്. ദെൻ അടിയിൽ അവിടെ ഉണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ്, അതാണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. എല്ലാ പേപ്പറിലും നമുക്ക് കമ്പനിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും കമ്പനിയുടെ ഒരു പ്രോബ്ലമാണ് ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആവുക, ഡയറക്റ്റ് ചോദ്യമാണ്. പിന്നെ ഒരു എന്താണ് പറയുക, ഫേമിൻ്റെയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം, പിന്നെ ഒരു തിയറിയും പ്രതീക്ഷിക്കാം. ഇതാണ് പാർട്ട് സിയിൽ നമ്മൾ കൂടുതലായിട്ട് കംഫർട്ടബിളായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇനി 2021 പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ അതും വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 3 hours 30 വെയിറ്റേജ്. ഓക്കെ. പാർട്ട് എ നോക്കിയേ, ടാക്സ് പ്ലാനിങ് റിഗാർഡിംഗ് അസസ്മെന്റ് ഓഫ് AOP or body of individual, what are deduction available to corporate SSC, then make or buy decision, tax planning, describe assessment of LLP. ഒക്കെ കണ്ടോ, നല്ല ക്വസ്റ്റ്യൻസാ. MATയുടെ പ്രൊവിഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് അക്കോർഡിംഗ് ടു ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ദെൻ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ട് എ കണ്ടോ, എല്ലാ പ്രാവശ്യം വരുന്നൊരു രീതി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു അസസ്മെൻറ്റ് ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് കമ്പനീസ്, ദെൻ കണ്ടീഷൻസ് ക്വാളിഫയിങ് ഷിപ്പ് അണ്ടർ ടോണേറ്റ് ടാക്സേഷൻ കണ്ട തിയറി, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട് ചാപ്റ്റർ നമ്പർ 6ലത്തെ തിയറി. പിന്നെ പ്രോബ്ലത്തിലോട്ട് പോകുന്ന സമയത്ത് ടാക്സബിൾ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ഫേമിൻ്റെ ഒരു പ്രോബ്ലം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രോബ്ലം. ഇതൊക്കെ ഇനി വരുന്നേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പ്രോബ്ലം. 4 കിട്ടൊരു പാടില്ല കേട്ടോ. ദെൻ ടോണേറ്റ് ടാക്സേഷൻ കമ്പനിയുടെ ബുക്കിലത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് മറ്റൊരു പ്രോബ്ലം, ടോട്ടൽ ഇൻകം ഓഫ് സെഡ് ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനിയുടെ. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് പാർട്ട് ബിയിലുള്ള 4 കിട്ടാൻ അധികം ബുദ്ധിമുട്ടില്ല. ഇനി സിയിലോട്ട് വരുമ്പോൾ തിയറി, എക്സ്പ്ലെയിൻ ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് വിത്ത് റിലേഷൻ ടു ലൊക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, നേച്ചർ ആൻഡ് ഫോം ഓഫ് ബിസിനസ്സിൻ്റെ
തിയറി ചാപ്റ്റർ നമ്പർ 7 തിയറിയാണ്, ഈസിയാണ്, പോയിന്റുകൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ദെൻ പിന്നെ മറ്റൊരു പ്രോബ്ലം കണ്ടോ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിനേക്കാളും ബെറ്റർ ഡിറക്റ്റ് ചോദ്യമാണ്. ഡു യു അപ്രൂവ് ദി പ്രപ്പോസൽ, അങ്ങനത്തെ ഒരു ഇതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് നല്ല കമ്പനിയുടെ ഡിറക്റ്റ് ചോദ്യങ്ങളുണ്ട്, എന്തായാലും ഒരെണ്ണം ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ പ്രോബ്ലമാണ് ഏറ്റവും ബെസ്റ്റ്, ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് 17th. പിന്നെ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം, ഇപ്പോൾ ഫേമിൻ്റെ കൂടിയും കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫേമും കമ്പനിയും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ എസ് ശരിക്കും പറഞ്ഞാൽ സൂപ്പറാണ്. ഓക്കെ, ഇതാണ് മറ്റൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഫേമിൻ്റെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ പറയുന്ന 3 പാർട്ടിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 3 കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ പാർട്ട് എയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തിയറിയിലേക്ക് ഫോക്കസ് ചെയ്യുക, പാർട്ട് എയിൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പാർട്ട് ബിയിലാണെങ്കിലും പ്രോബ്ലംസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പാർട്ട് സിയിൽ കമ്പനി അസസ്മെൻറ്റ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു പ്രോബ്ലം ഫേമിൻ്റെ കിട്ടുകയാണെങ്കിൽ സൂപ്പറായി. പിന്നെ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ മാത്രം തിയറി ഓപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അത് ചാപ്റ്റർ നമ്പർ 6 നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ലാസ്റ്റ് 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമ്മൾ ഈവനിങ് 8:30 എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ ഒന്ന് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.